ഇപ്പോൾ പ്രോസ്തസിസ് അല്ലെങ്കിൽ ബയോണിക് ലിം, മയോഇലക്ട്രിക് ലിം ഇതൊക്കെ വലിയ പേരുകളാണ്. അതിൻ്റെ കൂടെ കംസ് ആഡഡ് കോസ്റ്റ്. പക്ഷെ ഇപ്പോൾ ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആണ്. കണ്ടമാനം ആൾക്കാർ ബിലോ പോവർട്ടി ലൈനിലുള്ള ആൾക്കാരുണ്ട്. അവർക്കാണ് കൂടുതൽ ഇങ്ങനത്തെ ട്രോമാറ്റിക് ഇഞ്ചുറീസും വരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഓഫ് ആൾക്കാർക്ക് ഇപ്പോൾ ഒരു പ്രോസ്തറ്റിക് ലിംബ് കിട്ടാൻ ഗവൺമെൻറ് സൈഡിൽ നിന്ന് എന്തെങ്കിലും സ്കീംസ് ഉണ്ടോ? ഇതിപ്പം നമുക്കിപ്പം നോർമലി പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ബേസിക് പ്രോസ്തസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് 15 to 50 ആണ് നമ്മൾ വെക്കുന്ന ഒരു റേഞ്ച് പ്രൈസിൽ. അതേ സമയത്ത് ഒരു അഡ്വാൻസ് ടെക്നോളജി ആകുമ്പോഴേക്കും ഒരു 75,000 ടു പിന്നെ ലാക്സിലാണ് വരുന്നത്. അത് അപ് ടു എത്രയാവും അക്കോർഡിംഗ് ടു ദ ഏത് ടൈപ്പ് ഓഫ് കോമ്പണൻസ് ആണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇതിനിപ്പം കേരളത്തിൽ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ആരോഗ്യ നിധി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് സ്കീം. അതിൽ എന്ന് പറഞ്ഞാൽ 15,000 ആണ് ഒരാൾക്ക് കിട്ടുന്നത്, ഒരു പ്രോസസ്സിന് വേണ്ടി കിട്ടുന്നത്. അതെന്ന് പറഞ്ഞാൽ വെരി ബേസിക്കിന് പോലും ഉള്ള ഒരു കോസ്റ്റ് ആയിട്ട് വരുന്നില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് സിസ്റ്റംസ് അവരും പാർഷ്യലി കവർ ചെയ്യുന്നുണ്ട്. പിന്നെ എഡിപ് സ്കീം, സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഒരു എഡിപ് സ്കീം ഉണ്ട്, അസിസ്റ്റൻസ് ടു ഡിസേബിൾഡ് പീപ്പിൾ. അതിലെന്ന് പറഞ്ഞാൽ ഒരു മന്ത്ലി ഇൻകം 30,000 ഉള്ളിലാണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് ഏത് ഡിവൈസും അത് വൺസ് ഇൻ എ 3 ഇയർ അത് അവർക്ക് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഉള്ളത് കുറച്ച് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ലൈക്ക് എലിംകോ, ആർട്ടിഫിഷ്യൽ മാനുഫാക്ചറിങ് സെന്റർ, അവര് ക്യാമ്പുകൾ നടത്തി ഫ്രീ ഓഫ് കോസ്റ്റ് അവർക്ക് കൊടുക്കാറുണ്ട്. അത് കൂടാതെ ഇപ്പോൾ നമ്മളുടെ ഇവിടെയുള്ള മെഡിക്കൽ കോളേജ്, ചില മെഡിക്കൽ കോളേജസുകളൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് ക്യാമ്പുകൾ നടത്താറുണ്ട്. പിന്നെ ഇപ്പം NIPMR ആണെങ്കിൽ അവര് ഈ പഞ്ചായത്ത്, ലോക്കൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനോട് കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ട് ക്യാമ്പുകൾ നടത്താറുണ്ട്. അപ്പം അതിന്റെ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ NIPMRന് ഡയറക്റ്റ് സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ ഉണ്ട് ഗവൺമെന്റ് എന്നല്ലേ. അപ്പൊ ഇവര് സപ്ലൈ ചെയ്യുന്നത് ത്രൂ പഞ്ചായത്ത് വഴിയായിരിക്കും. അപ്പം ഇതിന്റെ കോസ്റ്റ് കൊടുക്കുന്നത്, പ്രൈസ് കൊടുക്കുന്നത് പഞ്ചായത്തായിരിക്കും NIPMRന്. പേഷ്യൻസിന് അത് ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ അസസ്മെന്റ് ചെയ്ത് ഡിപ്പെൻഡിങ് അപ്പോൾ അവരുടെ നീഡ്, അപ്പൊ ചിലർക്ക് ഭയങ്കര കോസ്റ്റ് ആയിട്ട് കൊടുക്കും, ചിലർക്ക് ചെറുത് മതിയായിരിക്കും, ചെറിയ കോസ്റ്റിൽ മതിയായിരിക്കും. പക്ഷെ അപ്പം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോർ ഓർ ലെസ് ഒരു ഭയങ്കര ബേസിക്കും ഭയങ്കര ഹൈടെക്കും കൊടുക്കാതെ ഒരു ആവറേജ് സ്കീമിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് പേഷ്യൻസിനെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പേഷ്യൻസിന് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഇതിന് വല്ല രജിസ്ട്രി ഉണ്ടോ? ഇപ്പോൾ സാധാരണ ഒരാൾ ക്യാമ്പിന് പോവാന്ന് വിചാരിക്കുക, ജനറലി ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ക്വാളിറ്റി കുറച്ച് മോശമായിരിക്കും, തട്ടിമുട്ടി എന്തെങ്കിലും ഒരു സാധനം. ക്യാൻ വി അഷ്യൂർ ഗുഡ് ക്വാളിറ്റി പ്രോസ്തസിസ്? ഡെഫിനറ്റ്ലി. ആക്ച്വലി NIPMR നടത്തുന്ന ക്യാമ്പ്സിൽ അത് എന്തായാലും അഷ്വർ ചെയ്യാൻ പറ്റും. ബിക്കോസ് NIPMR ഓൺലി തൃശ്ശൂർ അല്ല നടത്തുന്നത്, അത് ഓൾ ഓവർ കേരള. ഈവൻ കാസർഗോഡ് പോലെയുള്ള സ്ഥലത്ത് പോയിട്ട് പ്രോസസ്സിന് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും, ഇപ്പോൾ ഓർത്തോസിസ് ആണെങ്കിലും തെറാപ്പീസ് ആണെങ്കിലും എല്ലാം ക്യാമ്പ് വഴി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് NIPMR. അപ്പോൾ നമുക്ക് ഇതിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് വഴിയാണല്ലോ ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതും. അപ്പൊ ആ പഞ്ചായത്തിലുള്ള ആൾക്കാര് ആ പഞ്ചായത്തിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടി വരിക. അപ്പൊ പഞ്ചായത്തുകാരാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് പറയുന്നത്. അപ്പൊ ഇവർ രണ്ടും കൂടെ ചേർന്നിട്ട് ഒരു തീയതി നിശ്ചയിക്കും. ആ തീയതിക്ക് പോയിട്ട് നമ്മൾ അസസ്മെന്റ് ആൻഡ് മെഷർമെന്റ് ക്യാമ്പ് ചെയ്യുകയും ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര പേഷ്യൻസ് കിട്ടുന്നുണ്ട്, അപ്പൊ അന്ന് നമ്മൾ ഓൺലി പ്രോസ്തറ്റിക്സിന് വേണ്ടിയിട്ട് മാത്രമല്ല, സ്പീച്ച് ആൻഡ് ഹിയറിംഗിന്റെയും അസസ്മെന്റ് ഉണ്ടാവും, ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള അസസ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ നമുക്ക് എത്ര പേഷ്യൻസിന്റെ അസസ്മെന്റ് ചെയ്തോ, അവരുടെ എന്തൊക്കെയാണോ മെഷർമെന്റ് എടുത്തത്, അതിനനുസരിച്ച് ഒരു കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ പഞ്ചായത്തിന് കൊടുക്കുക ചെയ്യാം. അപ്പൊ അവരത് ഓക്കെ പറയുകയാണെങ്കിൽ നമ്മൾ പേഷ്യൻസിനെ വിളിച്ച് സ്റ്റാർട്ട് ചെയ്യാണ് പ്രൊസീജിയേഴ്സ്. അപ്പം അത് ക്യാമ്പിൽ കൊടുക്കുന്ന പോലെ ആയിരിക്കില്ല. അപ്പം അടുത്തുള്ള പഞ്ചായത്തുകൾ അടുത്തുള്ളതാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ട്രയലിന് വിളിക്കുകയും ചെയ്യും അവിടെ, എന്നിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ല ഇപ്പൊ ദൂരക്കൊക്കെ ഉള്ളവരാണെങ്കിൽ അതിപ്പോ ഇൻ കേസ് ഓഫ് പ്രോസസ്സസ് അവർ റെഡിയാണ്, ഇവിടെ വന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും റെഡിയാണ്, ക്യാമ്പ് ത്രൂ ആണ്. പക്ഷെ പ്രോസസ്സിന് വേണ്ടിയിട്ട് അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരാൻ തയ്യാറാണ്. അപ്പം ബാക്കിയുള്ള അസിസ്റ്റീവ് ഡിവൈസസ്, ഇപ്പൊ വാക്കറാണ്, വീൽ ചെയർ ആണ്, അതൊക്കെ അവിടെ കൊണ്ടുപോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പക്ഷെ ഇവർക്കും അവിടെ നിന്ന് കിട്ടും. പക്ഷെ അതിനു മുമ്പ് 1-2 പ്രാവശ്യം ഇവർ ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ വരാൻ തയ്യാറാണ്. അപ്പൊ ആ ക്വാളിറ്റി ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല.